കണ്ണടക്കാരനാ? വാട്ട് ഈസ് ദിസ് കണ്ണടക്കാരൻ? ഫാസിലിനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ ഫാസിലിന് ആ കൂളിംഗ് ഗ്ലാസ് നന്നായിട്ട് ചേരുന്നുണ്ട്. അതിനാരുടെ കുരു പൊട്ടിയിട്ട് കാര്യമില്ല. ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പോ ഞാനിപ്പോ പറയാൻ പോണതെന്ന് വെച്ചാൽ കൂളിംഗ് ഗ്ലാസ് ആണ് ഇപ്പൊ പ്രശ്നം. കണ്ണടക്കാരനില്ലേ, കൂളിംഗ് ഗ്ലാസ്സുകാരനില്ലേ, അങ്ങനെ പറയുന്നവരോട് ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞ ഒരു മെന വേണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഇട്ട് കാണിച്ചു തരാം. മെനയുണ്ടോ? ഉണ്ടോ? അപ്പോ ഇത്രയേ ഉള്ളു കാര്യം. കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഗ്ലാമർ വേണം. അത് ഫാസിലിനുണ്ട്. അതിന് കുരു പൊട്ടിയിട്ട് ഒരു കുണുവാവയ്ക്കും ഒരു കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇത് ഫാസിലിനിട്ട അടിപൊളിയായിരിക്കും. പക്ഷെ കുണുവാവിന്റെ കൂടെയുള്ള ആ വഴുക്കമൊട്ട കഷണ്ടി ഉണ്ടല്ലോ, അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മെന ഉണ്ടാവില്ല കാണാൻ. അപ്പൊ കുരു പൊട്ടി ഒരിച്ചിട്ട് ഒരു കാര്യമില്ല. കുരു പൊട്ടി ഒരിക്കുന്നുണ്ടെങ്കിൽ അത് കുണുവാവയ്ക്കും കുണുവാവിന്റെ ആ മറ്റേ മൂട് താങ്ങി ആൾക്കും ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഇവിടെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ അതങ്ങ് ഒലിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ആ നട്ടലില്ലാത്ത ഒരുത്തനുണ്ടല്ലോ, അവനെ കൊണ്ട് തുടയ്ക്കാൻ പറ കേട്ടാ. തിരുപ്പതിയെ സമാധാനേ. കുണുവാവയുടെ കുണുകുണു അതാണ്. അത്രയേ ഉള്ളൂ. ഞാൻ അത്രയേ ഉള്ളൂ. ഇപ്പൊ വാസിലി അങ്ങ് കൂളിംഗ് ഗ്ലാസ് ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് വാസിലി അങ്ങ് ട്രോളുന്നുണ്ട്. ഈ കൂളിംഗ് ഗ്ലാസ് ഇടട്ടെ എന്ന് പറയുന്ന അവള് കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് കൂടെയുള്ള ആ വഴുക്കമൊട്ട കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? മണ്ടയിൽ രോഗമില്ലാത്തൊരുത്തൻ അവ കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ബെറ്റർ ആവുക. അതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് മണ്ടിയിൽ ഈ സാധനം ഉള്ളവനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഫാസിലിട്ട് അടിപൊളിയാണ്. പക്ഷെ കൂടെ നിൽക്കുന്ന മറ്റവനുണ്ടല്ലോ, ഏത് ആ വഴുക്കമൊട്ട, അവൻ കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ തലയിൽ രോഗമില്ലാതെ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് എല്ലാ കാര്യമുള്ളത് ഷെയിം പപ്പി ഷെയിം. ഓക്കെ, അപ്പൊ ആദ്യം സ്വന്തം കാലില് മന്ത് ഉണ്ടെന്ന് ആലോചിച്ചിട്ട് മറ്റുള്ളവരെ ഉണ്ടാക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ എന്റെ പ്രാണനാഥനെ, എന്റെ പ്രിയതമനെ വഴുക്കമോട്ടാന്ന് വിളിച്ചതില് ശപിച്ചു പണ്ടാറടക്കട്ടെ. അപ്പൊ അതിനു മുന്നേ വാസിലിനെ എന്തെല്ലാം ഒന്ന് പറഞ്ഞു. കണ്ട ഇതിനെയൊക്കെ ആരെങ്കിലും നോക്കുവോ? ഇതിനെ ആരെങ്കിലും ഉണ്ടാക്കോ? ഇങ്ങനെ പറഞ്ഞ ലസിത കുണ്ടുവാവയ്ക്ക് എന്താണ് ദൈവം ശിക്ഷ കൊടുക്കുന്നത്? ചിലപ്പോ ആ ശിക്ഷയായിരിക്കും മണ്ടയിൽ രോഗമില്ലാത്ത ഒരുത്തന്നെ കൂടെ കൂട്ടിയത്. ഏത് അത് അപ്പൊ ലസിത കുണ്ടുവാവ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോ എല്ലാവരും പരിഹസിക്കും. ഇതിനെ കണ്ടാ മതി, ഇതിന്റെ കോലം കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോ കൂടെ ഉള്ളവന് ഭയങ്കര പ്രോബ്ലം ആണെന്നുള്ളത് ഓർക്കണം. ഏത് അത്രേ. അപ്പൊ ദൈവം എല്ലാവർക്കും ശിക്ഷ ഒന്നാണ്. അപ്പൊ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങുമ്പോ വടിയെടുത്തിട്ട് രസിത പറയണം, വടിയെടുത്ത് തല്ലി 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 എന്ന് പറയുമ്പോ നമ്മൾ തല്ലാണ്ടിരിക്കുവോ? എത്ര വട്ടമാണ് വടി തന്നിട്ട് തല്ലാൻ പറയണേ? അപ്പൊ നമ്മളൊന്ന് കൊടുക്കുക, അറിഞ്ഞു കൊടുക്കും, മേലാൽ ഇത് ആവർത്തിക്കരുത്. അപ്പൊ പട്ടി അഞ്ഞു പിടിക്കത്തില്ല, കണ്ണാടി നോക്ക് എന്നൊക്കെ ഫാസിലിനെ പറയുമ്പോ കൂടെയുള്ള വഴുക്കമോട്ടനെ ഞങ്ങളും ട്രോളും, ഞങ്ങളും പറയും. ഓക്കെ, അതിന് കുരു പൊട്ടി ഒഴിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ഭാഗം മാത്രം ക്ലിയർ ആക്കാൻ ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾക്കൊരു കുറവുകളില്ല എന്ന് പറയുമ്പോ കുറവുകളുണ്ട് കുണുവാവേ. മണ്ടയിൽ രോഗമില്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറവ്. ഓക്കെ, കൂടെ നിൽക്കുന്നവന് മണ്ടയിൽ രോഗമില്ല. ദിസ് ഇസ് റോങ്, ദിസ് ഇസ് ചീറ്റ്. സിനിമ ചീറ്റിങ്. ഓക്കെ, അപ്പൊ ചീറ്റിംഗ് ആണ്, ചീറ്റിങ്. ആദ്യം അവനവന്റെ കൂടെയുള്ള നാട്ടിലില്ലാത്തവന്റെ തലയിൽ രോഗമുണ്ടോ നോക്കിയിട്ട് വേണം ഫാസിലിനോട് കണ്ണാടിയിൽ നോക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ്. അപ്പൊ കൂളിംഗ് ഗ്ലാസ് വെച്ചോട്ടെ. എനിക്കും ഫാസിലിനൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നല്ലോണം ചേരും. അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് മണ്ടയിൽ രോമമുണ്ട്. ഓക്കെ, കട്ടി எல்லாருக்குமே நம்மள பிடிச்சி போச்சுன்னு வைங்களேன், அப்புறம் லைஃப் போர் அடிச்சிடாது.
கொஞ்சம் பேருக்காவது நம்மளை பிடிக்காம இருந்தாதான் லைஃப் ஒரு மாதிரி ஜாலியா இருக்கும், இன்ட்ரெஸ்டிங்கா இருக்கும், சுவாரஸ்யமா இருக்கும்.